ഹായ്, നന്ദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എനിക്ക് സാധാരണ പോലെ അല്ല വീഡിയോ എടുക്കുമ്പോ കയ്യൊക്കെ വേറൊക്കെ ഇന്ന് ഭയങ്കര ടെൻഷൻ. വേറെ ഒന്നല്ലായിട്ട് വെറുതെ ആവശ്യമില്ലാതെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ ഇന്ന് വീഡിയോ എടുക്കാൻ തന്നിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ക്യാമറയിലാണ് വീഡിയോ എടുക്കണേ. അതൊന്നല്ല, ക്യാമറമാനും കുറെ നാളായി ആഗ്രഹം ക്യാമറയിൽ വീഡിയോ എടുക്കണത്. അപ്പൊ എന്തെങ്കിലും അവിടെ വെച്ച് കഷ്ടം ഞാൻ വയ്യർക്ക് എനിക്ക് ഏതാനും ഒരു ഇന്റർവ്യൂവിന്റെ മുന്നിലൊക്കെ വന്നിരിക്കുന്ന ഒരവസ്ഥ. കയ്യൊക്കെ ഞാൻ തൊണ്ട പറയില്ല, സത്യമായിട്ട് കയ്യൊക്കെ ഇങ്ങനെ വയർത്തൊലിക്കാണ്. പേടിച്ചിട്ട് എന്താ ക്യാമറ ഇരിക്കണ ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കേ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അത് പറയാൻ കാരണം എന്റെ ഫേസിൽ ചിലപ്പോ ടെൻഷൻ ഉണ്ടാവോ? ഉണ്ടാ അറിയില്ല. എന്റെ കൈ എന്തായാലും തണുത്തില്ലേ? കൈ ഐസ് പോലെ ഇരിക്കണ പേടിച്ചിട്ട്. ഷൂട്ട് ചെയ്യണ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വീഡിയോ എടുക്കാനാണ് പോലും അവിടെ ഒരു ക്യാമറ സ്റ്റാൻഡിങ്ങനെ ഇരിക്കണ കാണില്ല. അത്രയും ലൈറ്റ് വെച്ചാൽ കാണില്ല. പക്ഷെ എന്തോ ഒരു നമ്മള് ഷൂട്ടിനൊക്കെ പോയൊരു ഫീല് നമുക്ക് സാധാരണ ഷൂട്ടിന് പോകുമ്പോഴും ഉണ്ടാവില്ല ഈ ടെൻഷൻ. ഇപ്പൊ എന്താ മിണ്ടാതിരിക്കുന്നേ? ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, വേർക്കണ്ടേ? ക്വസ്റ്റ്യൻ ആൻസർ ആണ് എന്റെ വീഡിയോ. പിന്നെ നമ്മുടെ ഷോപ്പിലാണ്, നമ്മൾക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഷോപ്പ് തുറന്നതിന് ശേഷം ഷോപ്പിൽ ഒരു വീഡിയോ എടുക്കുന്നത്. യെസ്, അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമറ എന്തായാലും ഷോപ്പിലല്ലേ, ക്യാമറക്ക് ഇരിക്കട്ടെ. അല്ല, ഷോപ്പില് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഡെയിലി നമ്മള് വീട്ടിൽ തന്നെയാണ് എടുക്കാറ്. പിന്നെ ഇന്ന് ഷോപ്പിൽ വന്നപ്പോ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാന്ന് വെച്ചു. ഏട്ടാ ക്യാമറ ഒക്കെ കൊടുന്ന് വന്നു കേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം. പിന്നെ ഷോപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ആൻസർ ആയിട്ട് പറയട്ടെ. കുറെ നാളെ ആൾക്കാർ അതൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇടുമ്പോ പറയാലോ എന്ന് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്കിനി ബോർഡ് അടിക്കേണ്ട കാര്യത്തിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണമെന്ന് പറയാം അല്ലെ, കുറച്ച് പറഞ്ഞ് നിർത്തിയതാ ക്വസ്റ്റ്യൻ ആൻസറിന്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, കുഞ്ഞന്റെ മാല എവിടുന്നാ മേടിച്ചത്? ലിങ്ക് ഇടുമോ? ഈ മാലേനെ, ഈ ബ്ലാക്ക് മാല ചോദിക്കുന്നത്, അത് ലിങ്ക് ഇടാന്ന് വെച്ചാൽ ജ്വല്ലറിന്ന് വാങ്ങിയ മാലയാണ്. അതാണ് ലിങ്ക് ഇടാൻ പറ്റാത്ത, ഗോൾഡ് ആണ്. ലിങ്ക് ഇടാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ പേരുണ്ട്, കരിമണി, മംഗല്യ സൂത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജ്വല്ലറി പോയി ചോദിച്ചാൽ കിട്ടും അല്ലെ. ഇവിടത്തെ ഏതൊരു ജ്വല്ലറിന്ന് വാങ്ങിയതാണ് കേട്ടാ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ അതാണ് ലിങ്ക് ഇടാൻ പറ്റാത്തത്. അതിനടുത്തത്, ന്യൂ ഹൗസ് നോക്കുന്നുണ്ടോ? അതെന്താന്ന് ചോദിക്കാൻ കാരണം, നമ്മ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ബിഗ് പ്ലാൻ, അതായത് സാധനം വരണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണല്ലേ. അടുത്തത് എന്തായിരിക്കും? ഒരു ഹോമാണോ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ഒന്നല്ല കേട്ടോ, വേറൊരു കാര്യം. എന്തായാലും ഹോമല്ല, അതെന്തായാലും നമുക്ക് പറയാ സമയമായിട്ടില്ല. അപ്പൊ പറയാം, നമുക്കൊക്കെ ശരിയാവട്ടെ. ഹോം വരും നോക്കുന്നുണ്ടോ? ഹോം അത്യാവശ്യമാണ്, ആവശ്യമാണ്. ഇപ്പൊ ചിലപ്പോ നോക്കേണ്ടി വരും, അറിയില്ല. നമുക്ക് ഇപ്പത്തെ സിറ്റുവേഷനില് അറിയില്ല. കാരണം നമ്മ ഈ സ്റ്റുഡിയോ ഒക്കെ ഇട്ടിട്ട് തന്നെ ഒരു ടൈറ്റിൽ പോണ ടൈം. പിന്നെ എന്തായാലും പുതിയ വീട് വെച്ചിട്ട് മാറിയില്ലെങ്കിലും ഇനി കുറച്ചാൾ കഴിഞ്ഞപ്പോ നമ്മള് ട്രെൻഡിലൊക്കെ ആയിട്ട് മാറേണ്ടി വരുമായിരിക്കും, അറിയില്ല. അതൊക്കെ പിന്നീട് വരുന്ന വഴിയില്ല. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പൊ അതുകൊണ്ട് നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ ഇടും. അല്ല, അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ നമ്മള് എന്തായാലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ടിപ്പോ ഒരു സ്ഥലം വാങ്ങുന്നുണ്ട്, വീട് വാങ്ങുന്നത് ഒക്കെ നമ്മൾ ആദ്യം തൊട്ടേ വീഡിയോസിൽ കാണിക്കൂട്ടാ. അതെല്ലാം കാണിക്കും. സംസാരിക്കുമ്പോ കൈ ഇങ്ങനെ വരുന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ശീലമായി കാലും കൈയൊക്കെ വേർക്കണം. പേടിച്ച് എനിക്ക് എങ്ങനെ പണ്ടേ അച്ചാമിനൊക്കെ പോയിരിക്കുമ്പോ ഇങ്ങനെ കൈയും കാലൊക്കെ പറയാം. എന്താണ് അവിടെ ആശാന്റെ കാല് തല്ലി ഒടിച്ചത് പത്രത്തിൽ കിടക്കണം. പത്രക്കാരെ കൊണ്ട് തോറ്റു. കാണാന്ന് വെച്ചാ ഞാൻ അവിടെ ഇരിക്കുന്നത് കാണാൻ, പക്ഷെ ലൈറ്റ് അടിക്കണോണ്ട് എനിക്ക് അത്രയും ഫോക്കസ് ഇല്ലല്ലോ. ഫോക്കസ് ഇല്ലല്ലോ, ഇല്ല, ലൈറ്റ് അടിക്കണോണ്ട്. അടുത്തത്, ഇപ്പോൾ ഹീറോനെ കാണാറില്ലല്ലോ. ഹീറോ ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ നമ്മള് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഹീറോനെ നമ്മളെ അമ്മാമരോടെ ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ കൊണ്ടുവരും. പിന്നെ വീട്ടിലത്തെ വീഡിയോസ് ഇപ്പൊ ഭയങ്കര കുറവാണ്. ഇപ്പൊ വീട്ടില് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. പിന്നെ അവിടെ പോകുമ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റാറ്. അതുകൊണ്ടാണ് ഹീറോനെ കാണാത്തത്. ഹീറോ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ. ഒരു കാര്യം പറയാണ്ട്, എന്നോടൊരു മുന്നത്തൊരു കമന്റിൽ ചോദിച്ചു, നിങ്ങള് തിരക്കും കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഹീറോ ഭയങ്കര ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞു.
പക്ഷെ നമുക്ക് ഹീറോനെ നോക്കി വീട്ടിലിരുന്നാൽ നമുക്ക് മാസം ചെലവിന് ആരും കൊടുന്നിരില്ല. നമ്മൾ തന്നെ ഇറങ്ങണം. നമുക്കിപ്പോ ബിസിനസ് ആയാലും വർക്കായാലും എന്തായാലും നമ്മൾ തന്നെ ഇറങ്ങിയാലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. അല്ലാതെ ഹീറോനെ ഞങ്ങളെ തന്നെ നോക്കാൻ പറ്റണേ. ഞങ്ങളെ തന്നെ നോക്കാൻ പറ്റില്ല. നമുക്ക് ഹീറോന് ഫുഡ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഹീറോനെ നോക്കി ഫുൾ ടൈം വീട്ടിലിരുന്നാൽ നമുക്ക് ആരും കാശ് കൊടുത്തു തരില്ല. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ഇടുമ്പോഴേ നമുക്ക് മനസ്സിലും ആലോചിച്ചൂടെ. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് കൊണ്ട് നടക്കാം പോണോടത്തേക്ക്. ഈ ഹീറോനും കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് പോണ എല്ലാ സ്ഥലത്തേക്കും. അപ്പൊ നമുക്ക് കാശ് വേണം, ജോലി ചെയ്താലേ കാശ് കിട്ടുള്ളൂ. അപ്പൊ ഹീറോനെ നോക്കി എപ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇടുന്ന ആള് എന്തായാലും ഒന്ന് ചിന്തിക്കുക ഇതിനെ കുറിച്ച്. ഹീറോനെ നോക്കി ഇരിക്കാൻ പറ്റുമോ നമുക്ക് ജീവിതത്തില്? ആർക്കും പറ്റില്ല. ഇപ്പൊ ഒരു പട്ടിക്കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന ആർക്കും വീട്ടിലാരും കാശ് കൊടുത്തിട്ടില്ല. നമുക്ക് നമ്മളായിട്ട് തന്നെ ഇറങ്ങണം. അതുകൊണ്ടാണ് എല്ലാരും. പിന്നെ നമ്മള് വരുന്നതാണ് ഈ വീട്ടിൽ അവന് ഫുഡ് കൊടുത്തിട്ട് നമ്മള് പോയിട്ട് വരും. അപ്പൊ നമുക്ക് അവനെ ഫുൾ ടൈം നോക്കിയിരിക്കാൻ പറ്റാത്തോണ്ടാണ്. ഇപ്പൊ എനിക്കായാലും ഏട്ടന്റെ കൂടെ പോകേണ്ട കാര്യങ്ങൾ വരും വർക്കിന്റെ. പിന്നെ എന്റെ വർക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും. ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിൽ പോയാലും പരമാവധി വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്നെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കൂടുതൽ അവിടേക്ക്. ഇപ്പൊ ഹീറോന് ഇപ്പൊ തന്നെ വീട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ മാക്സിമം 1-2 മണി സ്റ്റുഡിയോ ഒന്ന് പോകും. ഫുഡ് കഴിക്കാണ്ട് ആകെ ഇതാവും, നമുക്ക് വിഷമാവും. അതുകൊണ്ടാണ് അവനെ കുഴപ്പമുണ്ടെന്നാക്കണത്. അതല്ല ആൾക്കാർ നമ്മള് വീട്ടില് ഇങ്ങനെ നോക്കാതെ ഇടാന്ന്. പക്ഷെ നോക്കാതെ അല്ല ഇടുന്നത്. നമുക്ക് പിന്നെ ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല. അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഞാൻ പറഞ്ഞ ആളോട് പറഞ്ഞോട്ടെ. ഹീറോ നോക്കിട്ട് മുന്നേത്തെ ഒരു വീഡിയോനുള്ള കമന്റ് ആയിരുന്നു. നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിങ് സമയത്ത് ഞാൻ പിന്നെ അതൊരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പൊ ഹീറോനെ ചോദിച്ചപ്പോ ഓർമ്മ എന്ന് പറഞ്ഞാട്ടാ. ഓക്കെ, അടുത്ത് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് പറയൂ. അത് ഞാൻ കമന്റിലായിട്ട് ഇട്ട് തരാട്ടോ. എന്താ വെച്ചാ ഷെയ്ഡ് കറക്റ്റ് ലിപ്സ്റ്റിക് മാറ്റാറുള്ളതായിട്ട്. ഒന്നാമത്തത് ഞാനിപ്പോ പല ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. ഒരെണ്ണം തന്നെ അല്ല ഇടണം. ഇപ്പൊ ഇതിലെന്നെ 2 കളർ ഇട്ടിട്ട് മിക്സ് ചെയ്തിരിക്കണേ. പിന്നെ അതുകൊണ്ടാണ്. പിന്നെ ലിപ്സ്റ്റിക്കിന് ഷെയ്ഡ് ഞാൻ എന്തായാലും കമന്റിൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് എന്തായാലും ഞാൻ കമന്റിൽ ഇതിന്റെ റിപ്ലൈ തന്നെ ആയിട്ട് തരാട്ടാ. ഈ പറയാൻ ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്ത് തരാം. അങ്ങനെ പിന്നെ ഒരു ഹാർട്ടാണ്. ഹാർട്ട് അത് ഇതില്ല, ഒരു പേരായിട്ടല്ല, പണിട്ടേക്കുന്നതാണ്. പിന്നെ കുഞ്ഞിന്റെ ബ്ലാക്ക് മാല എവിടുന്ന റേറ്റ് പറയുന്നു. അപ്പൊ ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് മാല അയ്യോ റേറ്റ് ചോദിച്ചില്ല. അതിന് ഉത്തരം പറയട്ടെ. ബ്ലാക്ക് മാല നമ്മൾ ജ്വല്ലറിന്ന് എടുത്തതിന്റെ ഗോൾഡായിട്ട് ഇപ്പൊ ഡെയിലി റേറ്റ് കൂടുന്ന കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ 1 ഗ്രാം 1/2 പവനിലൊക്കെ എത്ര റേറ്റ് ഉണ്ടാവും? 1/2 പവൻ 3/4 പവന്റെ അടുത്തുള്ളൂ ഇത്. അപ്പൊ അതിനുള്ള റേറ്റിന് കിട്ടാട്ട. അപ്പൊ ഗോൾഡല്ലേ റേറ്റ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എടുത്ത റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അടുത്തത് കുറച്ച് നാള് അധികമായി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പിന്നെ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹിന്ദിക്കാരുടെ താലിമാല അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പൊ ഇങ്ങനെ ഈ മംഗളസൂത്ര അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. വെറൈറ്റി ആണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് മണി എടുക്കണതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് നോർമൽ ഗോൾഡ് എടുക്കാണ്ട് കൂടുതൽ ഇഷ്ടം ഈ കളറുകൾ വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമ്മുടെ കഴുത്തിന്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അടുത്തത് ലവ് ചിഹ്നാണ് ഇട്ടേക്കണേ. അമർനാഥ് എന്നുള്ള ഒരാൾ ഇട്ടേക്കണേ. താങ്ക് യു. പിന്നെ അടുത്ത ചോദിച്ചിട്ടുണ്ട് ന്യൂ ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എൻക്വയറികൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് കുറെ പേര് നമ്മുടെ വർക്കിന് വിളിച്ചിട്ടുണ്ട്. അതാണ് സോഷ്യൽ മീഡിയ. അതായത് അവിടെ നിന്നുള്ളൊരു ഇതാണ് നമ്മളുടെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണം. അവിടെ നല്ലൊരു എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോ ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിനും താങ്ക് യു ഉണ്ട്. ഇന്നേരം നമ്മളൊരു വർക്ക് ഇട്ട് കൊടുത്തിട്ട് ആരും മോശം പറഞ്ഞിട്ടില്ല. ഭയങ്കര സന്തോഷമാണ്. കാരണം അതിന്റെ സ്റ്റോറീസ് ഒക്കെ ഇടാറുണ്ട് ആൾക്കാർ. റിപ്ലൈ ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അതിന്റെ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. ബിസിനസ് ഭയങ്കര വളരെ സന്തോഷം. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വെഡിങ് ആണ്. അതുകൂടെ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഷോപ്പിൽ പോയിട്ട് അതിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കും. വീഡിയോ ആഡ് പോലെ, ആഡ് ഷൂട്ടുകൾ പോലെ. അതായത് ഒരു ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞ് അല്ലേ, ആ ഒരു മെത്തേഡാണ്. നമ്മൊരു
ഒരു 3 month 6 month പാക്കേജ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. അത് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അതിന്റെ നമ്പറൊക്കെ നമ്മൾ ഈ വീഡിയോന്റെ താഴെ കൊടുക്കാം. അങ്ങനെയായിട്ട് പറയാത്. അപ്പൊ ഇത് പറഞ്ഞാൽ ഇതായി പോകും. ചെയ്യുന്ന വർക്ക് പറഞ്ഞു എന്നുള്ളത് എന്താ വെച്ചാൽ എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ സ്റ്റുഡിയോയിൽ ചെയ്യുക, അങ്ങനത്തെ ഒരു ടൈപ്പ് കുറെ കമന്റ്സ് വരാറുണ്ട്. ഗൂഗിളിന്റെ ജോലി എന്താണ് ഇഷ്ടം പോലെ വരാറുണ്ട്. പുതിയ പുതിയ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതെ അതെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യം നടക്കുന്നുണ്ട്. ബിസിനസ് അടിപൊളി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. വെറുതെ ഞാൻ ഇരിക്കാറ് ഇതായിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. സൂരജിന്റെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ബിസിനസ് കാരണം 2026 സൂപ്പറാണ്. കാരണം 25 പോലെയല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ദൈവത്തിന്റെ ഭയങ്കര അനുഗ്രഹം, സപ്പോർട്ട് ഉണ്ട്. ഈ വർഷം പുതിയ വർഷം തുടക്കത്തിൽ ഭയങ്കര മാറ്റമാണ്. ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ജനുവരിയില് ഫുൾ റണ്ണിങ് ആയിരുന്നു അല്ലേ? പക്ഷേ ഈ ഒരു കാര്യം 3-4 മാസം മുന്നേ പ്രതീക്ഷിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായി ജനുവരിയില് നന്നായി വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ഇതിലെത്തുന്നു. അതേപോലെ തന്നെ ജനുവരി ഇഷ്ടം പോലെ വർക്ക് ദൈവം കൊടുന്നു പറയുമ്പോ നമുക്ക് അത്ര വർക്കൊന്നും വന്നിട്ടുണ്ടായില്ല. നമ്മൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാണ്. പക്ഷെ അത് ദൈവം കറക്റ്റായി നമുക്ക് അങ്ങനെ ജനുവരിയിൽ തന്നെ കുറേ വർക്ക് കൊടുക്കുന്നു. ഏറ്റവും പ്രതീക്ഷിച്ചങ്ങോട്ട് അപ്പുറം നമുക്ക് ഇരിക്കാൻ സമയം ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ ആ സമയത്തും സന്തോഷം തന്നെയായിരുന്നു. നമുക്ക് ഇരിക്കാൻ സമയമില്ലെങ്കിലും നമുക്ക് നമ്മുടെ വർക്കല്ലേ ഏറ്റവും വലുത്. അത് അടിപൊളിയായിരുന്നു. നമുക്ക് യൂട്യൂബിന്റെ ആയാലും അതെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഇത് ഫുൾ തിരക്കായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നത് കുഞ്ഞിനെ എന്തിനാണ് ഗൂഗിളിന്റെ പിന്നിൽ നടക്കണേന്ന്. പക്ഷെ ഞാൻ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പോണത് അങ്ങനെയല്ല, നിങ്ങളുടെ വർക്കിന്റെ എന്തിനാ അന്ന് നടക്കണേ പിന്നില് ഞാൻ കൂടെ നടക്കണേ കൂടെ അല്ലേ. പിന്നെ ഗുണമുണ്ട്. അത് ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു സേവ് ഡേറ്റ് എടുക്കാൻ പോയപ്പോ ബ്രൈഡ് ഒരുങ്ങി വന്നപ്പോ തന്നെ ടച്ചപ്പ് ഒക്കെ, അതായത് പിന്നെ ഓൾറെഡി വയർത്തു. കാരണം പാടത്താണ് ഷൂട്ട് ചെയ്യണത്. അപ്പൊ അതിന്റെ ഇതുണ്ടായി, ഗ്ലോയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കുഞ്ഞിനുള്ളതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. വർക്കിന് ലൈറ്റ് പിടിച്ചു കൊടുക്കാനൊക്കെ ഞാൻ തന്നെ പോകുന്നുണ്ട് കേട്ടാ. എന്താ വെച്ചാൽ എനിക്ക് എന്റെ ഭർത്താവിന്റെ വർക്കായാലും ഞാൻ ഒരുമിച്ച് ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. പക്ഷെ നമ്മള് ട്രെൻഡ് നോക്കിയിട്ടൊന്നല്ല, ഞങ്ങള് ഏട്ടന്റെ കൂടെ പറ്റുന്ന വർക്കിനൊക്കെ ഞാൻ പോകും. ഏട്ടനെ ഹെൽപ്പ് ചെയ്യും. ഏട്ടനെ എന്റെ വർക്കിന് അതേപോലെ നമ്മുടെ യൂട്യൂബിലെ പ്രൊമോഷൻ കാര്യം എടുക്കുമ്പോൾ ഏട്ടൻ അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യല്ല. ഏട്ടനെ വേണ്ടേ? പിന്നെ അല്ലേ? പിന്നല്ല. അപ്പൊ ഞാൻ പറയാറുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും എന്തായാലും എനിക്ക് ആഗ്രഹമുണ്ട് ഫോട്ടോഗ്രാഫി. എന്തായാലും പഠിക്കണം, വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പഠിക്കണം. എല്ലാ ഷൂസും ഈ മരണത്തെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. അതിലേക്ക് വന്നു തുടങ്ങി. അതെന്താണെന്നറിയോ? അതുകൊണ്ടല്ല, ഇപ്പൊ ഒരാളിന് കൂടെ നടന്ന് ആള് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടാവും എന്ന് പറയുന്ന പോലെ പേട്ടൻ ഈ ക്യാമറ ഫീൽഡ് തുടങ്ങി ഞാൻ കണ്ടു തുടങ്ങിയ ഇപ്പൊ എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ക്യാമറയുടെ ഓരോ കാര്യങ്ങളായാലും ഇപ്പൊ അല്ല ഞാൻ പഠിച്ചു തുടങ്ങി. ഇപ്പൊ ലെൻസ് ഏടായിട്ട് ഒരു വർക്കിന് ഇറങ്ങുമ്പോൾ ഇതെടുത്തു എന്ന് ചോദിക്കാൻ വരെ ഞാൻ പഠിച്ചു. അപ്പൊ എനിക്കതിങ്ങനെ പിന്നിൽ നടന്ന് അതിനോട് ഇപ്പൊ ഒരു ഇഷ്ടം വന്നുട്ടാ. നമുക്കത് ഏതൊരു വർക്ക് അങ്ങനെയല്ലേ കണ്ട് ഇഷ്ടപ്പെടും. വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതില്. ഞാൻ ആദ്യം ഫോട്ടോഗ്രാഫർ ആണ് വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞപ്പോ പെണ്ണ് കാണാൻ വരുന്ന ടൈമില് അല്ലേ, അപ്പൊ അവിടെ ആയിരിക്കും നമ്മളെ അവിടെ ഉണ്ട്. അതെടുക്ക് അവിടെ ഉണ്ട്. ഇല്ലമ്മേ അച്ഛ പറയും. അതല്ലാണ്ട് ഏട്ടനിങ്ങനെ വീഡിയോഗ്രാഫി പഠിക്കണ്ട ഇതൊക്കെ പറഞ്ഞപ്പോഴും ഒരു വീഡിയോ എടുത്ത് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്കാണെങ്കിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല. കല്യാണം കഴിയുന്നവരെ എന്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായില്ല. വീഡിയോഗ്രാഫി പിന്നെ വരുന്ന നടക്കായിരിക്കും അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. ആളെടുക്കുന്ന വീഡിയോ സാധാരണ വീഡിയോഗ്രാഫേഴ്സ് എടുക്കുന്ന പോലെ ഭംഗിയാവോ അങ്ങനത്തെ ഒരു ചിന്ത എനിക്കുണ്ടായില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ മുന്നേ എനിക്ക് ഇപ്പൊ ഈ ചെയ്ത എഡിറ്റിങ്ങോ വീഡിയോ എടുത്തോ ഒന്നും എനിക്ക് അയച്ചു തരൂല. അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെ അയച്ചു തരൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോഴായിട്ട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇരുന്ന് കണ്ടിട്ട് പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പൊ എന്റെ ഭർത്താവിന്റെ വർക്ക് ആയതുകൊണ്ട് പറയില്ല, ഒരു വർക്ക് കൊടുത്താൽ ഇങ്ങനെ നല്ല രീതിയിൽ ഔട്ട് വർക്ക് കൊടുക്കാന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ എനിക്കുണ്ട്. അതിപ്പോ എല്ലാവരും
ഇപ്പൊ നമ്മള് ഇറക്കി വർക്ക് കൊടുത്തവരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാണണ്ടാവില്ലേ കമന്റ്? അത്യാവശ്യം റിവ്യൂസ് നമ്മൾ ഇൻസ്റ്റയിൽ ഇടാറുണ്ട്, ഇഷ്ടം പോലെ പറയാറുണ്ട് എല്ലാരും നല്ല അത് വർക്കാണ്. വേറൊന്നല്ല, ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റാഗ്രാമില്. ഞാൻ വേറെ വെഡിങ് കമ്പനി വർക്ക് ചെയ്യും, അതൊന്നും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, അതൊക്കെ ഇടാൻ പറ്റാത്തതുകൊണ്ട്. നമ്മുടെ അടുത്ത കുറെ ആഡുകള് കുറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് പറയാനാണെങ്കിലും വെഡിങ് ആണെങ്കിലും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത്രയും വീഡിയോഗ്രാഫീസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നല്ലേ. കൊറേ പേരുണ്ട്. ഞാൻ ചെറുപ്പം തുടങ്ങി 9th 10th തുടങ്ങി ലൈറ്റ് അടിക്കാൻ പോയിട്ടുള്ള പരിചയം. അല്ല, എനിക്ക് നമുക്കിപ്പോ നമ്മളൊരാളുടെ വർക്ക് കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു വിശ്വാസം വരുള്ളൂ. പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിൽ അത് നാട്ടിൽ നിന്ന് നമുക്ക് പറ്റാത്തോണ്ടാണ് ഗൾഫിന് പോയത്. അവര് മറ്റെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഈ വർക്ക്, അങ്ങനെ പോയതാണ്. പിന്നെ ആൾക്ക് എന്തായാലും സ്വന്തമായിട്ട് എനിക്ക് പിന്നെ എന്തായാലും ഈ വർക്ക് ഇപ്പൊ ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാന്ന് പറഞ്ഞതില്ല, നല്ല ഇഷ്ടമാണ് അല്ലെ. ഇപ്പൊ എന്താ ഔട്ട് ഇറക്കണ മുന്നേ എനിക്കത് കാണിച്ചു തരാട്ടെ, ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കാണിച്ചു തരും കേട്ടാ. അപ്പൊ അങ്ങനെ അത് പറഞ്ഞ ബോറടിപ്പിക്കണില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ, നമ്മളെ ഇഷ്ടം ഇങ്ങനെ പറയാനുള്ളതൊക്കെ നമ്മൾ പറയണമെന്നുള്ളൂ. അതെ, ഗോകുലിന്റെ ഫാമിലി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സെയിം ചേച്ചിയാണ്. ഏട്ടന്റെ അമ്മ കുവൈറ്റിലെ അച്ഛന്റെ അടുത്താണ്, അച്ഛനും കുവൈറ്റിലാണ്, പിന്നെ അനിയൻ ദുബായിലാണല്ലോ. അപ്പൊ ഇപ്പൊ ഞങ്ങളെ രണ്ടാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മ എന്തായാലും മാർച്ചിൽ വരും, അച്ഛനമ്മയും കൂടി മാർച്ചിൽ എന്തായാലും വരും. ഞങ്ങളെ രണ്ടാളും മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. അതാണ് വീഡിയോസിലൊന്നും കാണാത്തത് കേട്ടാ. യെസ്, പിന്നെ ഒരു ഹായ് തിരിഞ്ഞു വെച്ചിട്ടുണ്ട്, സീതു ലക്ഷ്മി. ഹായ് ഹായ് ഹായ്. പിന്നെ അടുത്തത് ഹായ് സുഖമാണ് രണ്ടാൾക്കും. മേഘ എന്നുള്ളൊരു കുട്ടി വെച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകും. 2026 നല്ല രീതിയിൽ എനിക്ക് പോകുന്നുണ്ട്. അതെ. അടുത്തത്, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. എൻ്റെ വീട് കുഞ്ഞിൻ്റെ വീടിൻ്റെ നെയ്ബർ പ്ലേസ് ആണ് കേട്ടോ, പെരുമ്പിലാവ്. ബട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കുഞ്ഞൻ ഇപ്പോൾ വളരെ ബോൾഡായിട്ടുണ്ട് കേട്ടോ. കീപ് ഇറ്റ് ഇൻ യുവർ ടുഗദർ ലൈഫ് എന്നുണ്ടായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ പെരുമ്പിലാവ് വശത്തേക്ക് ഞങ്ങൾ കുറവാണ് വരുന്നത്, കൂടുതൽ കുന്നോളത്തേക്ക് പോകണം. അതായിരിക്കും അവിടെ വെച്ച് നമ്മൾ കാണാനുള്ളത്. ഞങ്ങൾ പോകണത് കൂടുതൽ കുന്നോളം വശത്തേക്കാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങുക. അതാണ് ഇപ്പോഴാണ് അങ്ങോട്ട് പെരുമ്പിലാവ് ഞങ്ങൾ കുറവാണ്. നമുക്ക് കൂടുതൽ എളുപ്പം കുന്നോളത്തേക്കായിട്ട് നമ്മൾ കുന്നോളത്തേക്കായിട്ട് കൂടുതൽ പോകാറ്. പിന്നെ നമ്മൾ പണ്ടൊട്ടേ കുന്നോളത്ത് പോയിട്ട് അവിടെ ഓരോ കടകൾ ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് അതായി. അതാണ്. പിന്നെ ഇത്രയും നല്ലൊരു കമന്റ് ഇട്ടേ താങ്ക് യു. അടുത്ത, കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് നിങ്ങളുടെ അമ്മയിലും സഹോദരനിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? എന്നോടാണോന്ന് അറിയില്ല. അവരുടെ സഹോദരിയായിരുന്നില്ല എന്നോട്. അതെ, അവരുടെ ശക്തിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ. ക്യാരക്ടർ ലവ് ആയി ഉദ്ദേശിച്ചത്. ഇഷ്ടംപോലെ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മയും ചേച്ചിയായാലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോഴേക്കും വിളിച്ചു ചോദിക്കാനും നമ്മളെ അന്വേഷിക്കാനും പിന്നെ എന്തൊരു ഹെൽപ്പിനും അവർ നിൽക്കാനും ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഒരെണ്ണായിട്ട് എനിക്ക് പറയാനില്ല. അമ്മയും ചേച്ചിയല്ലേ, പിന്നെ രണ്ടാളും ഏകദേശം ഒരേപോലെ തന്നെയാണ് ക്യാരക്ടർ. അതുകൊണ്ട് അമ്മയും ചേച്ചി ഒരേപോലെയാണ് അല്ലേ. ഞാൻ 3 പെണ്ണുങ്ങളും ഏകദേശം ഒരേപോലെയാണ്. അതെ, അത് മലയാളം നമുക്ക് പോയി ഇംഗ്ലീഷിലായിരുന്നു, അതാണ് മറ്റൊരു വാക്ക് വന്നത്. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് യു ലവ് ദം ആസ് their strength? അപ്പൊ ഏട്ടന് കണ്ടോളത്തോളം അതന്നെ തോന്നി. ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഒരേപോലെ തന്നെയല്ലേ അല്ലേ? ഒറ്റ അച്ചീവ് അല്ല, ഞങ്ങൾ എന്താ വെച്ചാ അമ്മയുടെ കുണുക്കം മാത്രം വ്യത്യാസമുള്ളൂ. അല്ല, കുണിക്കുമ്പോൾ പക്ഷെ ഞാൻ എന്റെ പൊന്നേച്ചിട്ട് അമ്മയുടെ അത്ര ക്യാരക്ടർ അല്ല. അവളൊരു ഇത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവളൊന്നുകൂടെ ആക്റ്റീവ് ആണ്. ഞാനും പൊന്നേച്ചെന്നൊക്കെ പറഞ്ഞ പണ്ടോട്ടെ അമ്മയുടെ പിന്നെ നടന്ന് കുറച്ച് സൈലന്റ് ആണ്. ഈ വീഡിയോന്റെ മുന്നിലുള്ള ആക്റ്റീവ് ഉണ്ടെന്നുള്ളൂ. ഞങ്ങൾക്ക് ഇത്തിരി മടിയൊക്കെയാണ് സംസാരിക്കാൻ. പിന്നെ ഒരു സ്റ്റാർട്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുണിക്ക് അങ്ങനെയല്ല, ഫുൾ ആക്റ്റീവായി നടക്കണം മുതല. അടുത്ത്, അച്ചുവേട്ടാ സുഖമാണോ? യെസ്, സുഖമാണ്. സുഖമായിരിക്കണം. ആരാണ് അത്? ചിലപ്പോ നമ്മൾ ഈ ലൊക്കാലിറ്റി ബേസിലെ കമന്റ്സിലെ ഏട്ടാ അച്ചു ചേട്ടാ വിളിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
കുഞ്ഞന്റെ അടുത്ത കേട്ടാ കുഞ്ഞന്റെ വീട്ടുകാരോട് മിണ്ടി അച്ഛൻ്റെ വീട്ടുകാരെ ഒഴിവാക്കിയോ? അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ എന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്, ഏട്ടന്റെ വീട്ടിലും മിണ്ടുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നമ്മളെന്തിനും ഒഴിവാക്കണല്ലേ? നമ്മളെ വേണ്ടാത്തവർക്ക് മിണ്ടണില്ല. അതല്ല വീട്ടിൽ ഞാൻ പറയണത് കേസല്ലേ. നമ്മളത്തെ എങ്ങനെ നിൽക്കണം അതുപോലെ തന്നെ തിരിച്ചു നിൽക്കുള്ളൂ. പിന്നെ നമ്മളൊട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും മോശം രീതിയിൽ സംസാരിക്കുക പെരുമാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് മിണ്ടില്ല. മനസ്സിലായ? അതായത് മര്യാദക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെ കുറെ എന്തെങ്കിലും കുറ്റകരമായിട്ട് എന്തെങ്കിലും ആയിട്ട് ബുദ്ധിമുട്ട് മാനസികമായ വിഷമങ്ങളൊക്കെ എന്നെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും മിണ്ടിയാലും ഞാൻ മിണ്ടില്ല. പിന്നെ ഞങ്ങനെ ഉള്ളതായിട്ട് ആരെന്നെ ഒഴിവാക്കാറില്ല. അങ്ങനെ നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാറില്ല. കാരണം നമുക്ക് അല്ല, നമ്മളെ വേണ്ട, നമ്മളോട് സംസാരിക്കാത്തവരോട് പിന്നെ നമ്മളെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളായിട്ട് ആരും ഒഴിവാക്കാറില്ല. നമ്മൾ ആരും അങ്ങനെ ഇല്ല. ഒഴിവാക്കലല്ല, എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്കൊരു ഹേട്ടായിട്ടൊരു കാര്യം എൻ്റെ ഇതിൽ വന്നാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ഇങ്ങോട്ട് വന്നാലും ഞാൻ പോവില്ല. അതെ, അത് അങ്ങനെയാണ്. അതെന്താന്ന് അറിയില്ല. അത് വിഷമം തട്ടുകൊണ്ടാണ്. പിന്നെ നമുക്ക് അച്ഛനമ്മയായിട്ടൊന്നും നമ്മളൊരു പ്രശ്നമില്ല. അച്ഛനമ്മയായിട്ടൊന്നുമില്ല കേട്ടാ. ചിലപ്പോ ഞങ്ങൾ ഈ വിധി തന്നെ വരെ പറയും അത് അച്ഛനമ്മയായിട്ടായിരിക്കുള്ളൂ. അല്ല, അങ്ങനെ പറയണ്ട. അച്ഛനമ്മയുടെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇത് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഇട്ടതാണ് താങ്ങിയത്. അടുത്തത് അതെ ഈ പറഞ്ഞ പോലെ കുറച്ച് കത്തൂല്ലേ ഇങ്ങനെ കുറച്ചും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാന്ന് പറയൂല്ലേ. അത് ചെറുതായി കത്തുമ്പോ അതിൽ എണ്ണ ഒഴിച്ച് കത്തും. അത് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും പലരും. വിഷയമില്ല. നമ്മളിപ്പോ നമ്മുടെ ജീവിതമായിട്ട് നമ്മുടെ തിരക്കുകളായി നമ്മൾ പോവാണ്. അതിന്റെ ഇടയിൽ വേറെ ആരെയും നമ്മൾ നോക്കുന്നില്ല. അതെ അതെ. പിന്നെ അമ്മ വരാറായോ? ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ? ഇനി നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വേണ്ട. അതേതാര് കുഞ്ഞതിഥി? എന്താണ് ഏട്ടാ അമ്മ അടുത്ത മാസം വരെ അതിഥി എന്ന് പറഞ്ഞത് ഉണ്ണി വേണ്ടേന്. ഈ മനുഷ്യൻ ഇപ്പൊ ചിലത് കത്താട്ടല്ല വെറുതെ കളിയാക്കണ്ട. ഞാൻ ചിരിക്കില്ല അതിനായിട്ട് കളിയാക്കില്ല. അതൊക്കെ ഒരു സമയം പോലെ വരില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആണോ എന്ന് ആൾ ചോദിച്ചിട്ടുണ്ട്. അല്ല, പക്ഷേ ആശുപത്രിയിലൊക്കെ പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്ക് ചെക്കന് വെറുതെ ആശുപത്രി പോയിട്ട് മിക്കവാറും അടിയാവും. എന്താണ് ഏട്ടാ? അടുത്തത് പ്രഗ്നന്റ് ആണോ? റിവീൽ ചെയ്യാൻ 3 മാസം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഇതിലിപ്പോ ഒന്നുമില്ല, ഫുഡ് മാത്രമല്ല കടിച്ചടക്ക ഉണ്ട്. ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നുമില്ല. അല്ല, പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മളായിട്ട് ഉറപ്പുവരുത്തിയിട്ട് ഇപ്പൊ ഒരു സ്കാനിങ് എന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പറയും കേട്ടോ. അങ്ങനെ മറച്ചേക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അല്ലാത്തോണ്ടാണ് പറയത്ത്. അടുത്തത് ഉപ്പും മുളകും ലൈറ്റ് എന്ന ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഉള്ള സബ്സ്ക്രൈബറാണ് ഞാൻ. ആലിയാണ് ആളുടെ പേര്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ മാറ്റങ്ങളും എല്ലാ സിറ്റുവേഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞൻ ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരുപാട് നാണമുള്ള കുട്ടി ആയിരുന്നു. അവിടെയും ഒരുപാട് കോൺഫിഡൻ്റ് ആയി ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം. ഇത്രയും കാലം ഇത്രയും കാലം തിരിച്ചു നോക്കുമ്പോൾ കുഞ്ഞൻ എന്താണ് സ്വയം ഫീൽ ചെയ്യുന്നത്? ഓക്കെ, എന്തായാലും ഇവിടെ നടന്നത് എന്താണ് ഫീൽ ചെയ്യണത്? ഒന്ന് മാറ്റം, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കുഞ്ഞൻ വേറെ അമ്മയും ഇപ്പൊ ഞാന് മടിയായിരുന്നു ആദ്യം ചാനലൊക്കെ ഇങ്ങനെ നിൽക്കാനും വീഡിയോന്റെ മുന്നിൽ. എനക്കൊരു ചമ്മല് കാര്യങ്ങളൊരു
കംഫർട്ട് കുറവെന്നൊക്കെ ആയിരുന്നു. പിന്നീട് അത് വന്നു. പിന്നെ അമ്മയും ചേച്ചി നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്തിനാണ് അതിൻ്റെ ഇടയിൽ കയറി വരുന്നത്? പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ അമ്മയും ചേച്ചിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ നിൽക്കാറിലേക്ക് നാണായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് മാറി അല്ലേ, എങ്ങനെ ഓടിക്കളിക്കുന്ന അല്ലെ. ഇപ്പൊ ഞാൻ നല്ല മാറി എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം, എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇപ്പൊ നന്നായി സംസാരിക്കുന്ന വെച്ചാൽ വീഡിയോന്റെ മുന്നിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി. ആദ്യം എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞ് ഓടുന്ന ആളായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും വീഡിയോന്റെ പിന്നിൽ വരും. ഞാൻ എപ്പോഴും പറയാം അമ്മ ഞാൻ വീഡിയോ എടുത്തരാന്ന് പറയാം. അപ്പോൾ ഒഴിഞ്ഞ് മാറാതെ വീഡിയോ നിൽക്കാതെ അങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ. ഭയങ്കര നാണൊക്കെ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും എനിക്ക് ഉണ്ണികളെ എടുത്ത് ഓടും, ഞാൻ ഉണ്ണികളെ നോക്കാന്നൊക്കെ പറയും. നിങ്ങൾ വീഡിയോ എടുത്തോന്ന് പറയാം. അങ്ങനത്തെ ഒരാളായിരുന്നു. ഇപ്പൊ ഭയങ്കര മാറ്റം. ഇപ്പൊ എന്ത് പറ്റി രമണ? എന്നാലും ഇപ്പോഴും എനിക്കല്ല പുറത്ത് നിന്നിട്ടോ എല്ലാരും മുന്നിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ രണ്ടാള് ഇടയിൽ ഞങ്ങളൊരു വീഡിയോ എടുത്ത് സംസാരിക്കാന്നുള്ള ഒരു കാര്യമുള്ളൂ. പുറത്തത് കുറവല്ലേ? യെസ്, കുറവാണ്. എപ്പോഴെങ്കിലൊക്കെ പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് മാറുന്നുണ്ട്. മാറുന്നുണ്ട് പുറത്ത്. കുറച്ച് 2-3 വ്ളോഗില് പുറത്തെടുത്തപ്പോ മനസ്സിലായി. അത് വേറെ ഒന്നല്ലേ, നമ്മളിങ്ങനെ എടുത്ത് വരുമ്പോ ഒരു കൊല്ലായില്ലേ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നു, ഞാനായിട്ട് കൂടുതൽ എടുക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതിന്റെ ഉണ്ടായില്ല കുറച്ചുകൂടി. പിന്നെ കുഞ്ഞിന് പ്രൗഡായിട്ട് തോന്നുന്ന 5 കാര്യങ്ങൾ പറയാൻ. എന്റെ അമ്മയോ പ്രൗഡായിട്ട് തോന്നുന്നത് ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ ചിലപ്പോ എനിക്ക് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പോ ഞാൻ ഇപ്പൊ പ്രമോഷൻസ് ആണെങ്കിലും വീഡിയോസ് ഇട്ടിട്ടായാലും പ്രമോഷൻ ചെയ്തിട്ടായാലും പറ്റില്ല എന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ആഡ് ഷൂട്ട് പ്രമോഷൻസ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച ആളൊന്നുമല്ല. അതൊക്കെ ചെയ്യുമ്പോൾ സമ്പാദിക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. സ്വന്തമായിട്ട് ഇങ്ങനെ പൊക്കി പറയാ, മറ്റുള്ളവർ പറയണ്ടേ അല്ല നമ്മുടെ പ്രൗഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പൊക്കി പറയാ. എനിക്കത് പറ്റുന്നതാണ്. കുക്കിംഗ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. അതിനു മുമ്പ് പാത്രം കഴുകി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാ, 1000 വട്ടം പറഞ്ഞതാ. ചോറ്റുപശ കളയുമ്പോ നഖം പൊളിയും. ദാസാ, എടാ ദാസാ, അവന്റെ അവസാനത്തെ ഉറക്ക. എഴുന്നേറ്റ് പാടോ. അതുണ്ട്. പിന്നെ അല്ല ഒട്ടും കുക്ക് ചെയ്യാത്ത ആളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞു. ഒട്ടും അടുക്കള കയറാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മ പറഞ്ഞു തന്നാ ആ രീതിയിൽ ഒറ്റയ്ക്ക് വെക്കാനുള്ള ഒരു കഴിവ് ഇത് വന്നിട്ടുണ്ട്, പറ്റുന്നുണ്ട്. അതെ. പിന്നെ 3 എണ്ണം, ബാക്കി 4 എണ്ണം കാര്യമില്ല. അയ്യോ പിന്നെ ഭാര്യക്ക് എന്താ പ്രശ്നമല്ലേ? ഭാര്യ സ്ഥാനത്ത് ഇല്ല. അത് പ്രൗഡാന്ന് വെച്ചാൽ അത് അല്ല പ്രൗഡായിട്ട് എന്നോടൊന്നും പറയാൻ പറഞ്ഞൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ എല്ലാവരായാലും അങ്ങനെ അങ്ങോട്ട് പൊക്കണ ആൾക്കാരൊന്നല്ല. പാറ്റനായാലും ഞാൻ പൊക്കി പറയുന്നില്ല വീഡിയോയില്. കുറ്റം പറയാനോ നോക്കുക, കുറ്റം എന്നല്ല തമാശക്ക് കളിയാക്കാനോ പറയുള്ളൂ. പറഞ്ഞില്ലേ കാറിൽ വെച്ച് ഞാൻ മറ്റേ സൺറൂഫിന്റെ മുകളിൽ ഞാൻ വെറുതെ തമാശക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണ്ട. ഇടയ്ക്ക് അത് വെറുതെ പറഞ്ഞല്ലേ, അത് കാര്യം എന്താ, അത് തമാശ. അതിന്റെ പകുതി പോലും ശരിയല്ല. അടുത്തത് വീട് എവിടെയാ? കൊടുങ്ങല്ലൂര്. എവിടെയാന്ന് പറഞ്ഞു? കൊടുങ്ങല്ലൂർ ഇടവലങ്ങ. കൊറേ പേര് ചോദിക്കുന്നുണ്ട്, അതാ കറക്റ്റ് പറഞ്ഞത്. യെസ്. കൂടുതൽ ഇമ്പം ഉണ്ടാവുന്ന കുടുംബമാണല്ലേ. കൂടുതൽ ലിംബന്നുണ്ട് ഇതൊക്കെയാണ്. കുടുംബം. യെസ്. ഇപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ നല്ല ഭംഗി, സന്തോഷമായിരിക്കും. യെസ്, താങ്ക് യു. പിന്നെ ലൗച്ചിനുണ്ട്, ഷീജ താങ്ക് യു. നിങ്ങൾ രണ്ടാളെ ഏജ് പറയുമോ? ഏജ് എൻ്റെ 29. കുറച്ച് പറയും. വയസ്സ് പറയുന്നോട്ട് ഇഷ്ടമില്ലാത്ത ആളോട് കുറച്ച് പറയുന്ന ചോദിച്ചാ. എനിക്ക് 20 വയസ്സ്. യെസ്. അടുത്തത് ഏട്ടന് അടുത്തോളം ഈ കൊല്ലം 30 ആവട്ടെ. യെസ്. അയ്യോ 3 ഈ കൊല്ലം 30 ആവും ഒക്ടോബറില്. വേറെ ഒന്നല്ലാണ്ട് എടുത്തു പറഞ്ഞ ഏട്ടന് അത്ര ഇഷ്ടമല്ല പ്രായം. എനിക്ക് 21. ഞാൻ കിടക്കല്ലേ നീ? നയൻവരം കിടക്കാണ്. ഇഷ്ടംപോലെ സ്റ്റാർട്ടായിട്ടുള്ള ഈ കൊല്ലം ഇഷ്ടംപോലെ വർഷമുണ്ട്. എന്റെ അമ്മ. അടുത്ത ലവ് യു മലപ്പുറം. യെസ്, നമ്മുടെ ടീം ആണ്ടാ. ഡെയിലി കമന്റ് കാണാൻ ഇൻസ്റ്റയിലുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള കമന്റ് ആണത്. അത് കാണുമ്പോ തന്നെ ഭയങ്കര ഹാപ്പിയാ. ഞാൻ കമന്റ് നോക്കുമ്പോ അയ്യോ ലവ് ഫ്രം മലപ്പുറം വരുന്നില്ലല്ലോ. വീഡിയോ
ഞാൻ ആദ്യം നോക്കാം അങ്ങനെ കേട്ടോ. നമുക്ക് ഡെയിലി കമന്റ് ഇടുന്ന ആള് വന്നില്ലേ എന്നുള്ളത് നോക്കുന്നുണ്ട്. നമുക്ക് അത്രയും സപ്പോർട്ടുള്ള ഒരാളാണ്. ഭയങ്കര ഹാപ്പിയാ. ആരാന്നറിയില്ല, ആരാണെങ്കിലും സന്തോഷം. പേരെന്തായിരുന്നു? സോറി സർഫുദ്ദീൻ. എന്താണേട്ടാ എന്റെ പകുതിയെ നോക്കണം, ഫുള്ള് നോക്കി വായിച്ചില്ല. ഭയങ്കര മടിയനേട്ടാ. സർഫുദ്ദീൻ. കുഞ്ഞിന്റെ വീട്ടുകാരോട് മിണ്ടിയത് കൊണ്ട് ഗോകുലിന്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടോ? എന്റെ വീട്ടുകാരോട് മിണ്ടി തുടങ്ങിയിട്ടില്ല. അതെ, അവര് അച്ഛനമ്മയൊന്നും മിണ്ടി തുടങ്ങിയിട്ടില്ല. ഞങ്ങള് അതെ. പിന്നെ ഹസ് ഫാമിലി ആൻഡ് ഉപ്പും മുളകും ആയിട്ട് സെറ്റായോ? ഇതില്ല. സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സെറ്റ് ആയിട്ടില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതിലാണ്. ക്വസ്റ്റ്യൻ അല്ല, അതൊരു കമന്റ് ആണ്. അത് ഏട്ടന് പറയണത് നിർബന്ധം പറഞ്ഞു. കല്യാണം കഴിഞ്ഞത് മുതൽ ഈ പെണ്ണിന് അസുഖമാണല്ലോ, കഷ്ടം എന്ന് ചെയ്തിരിക്കണ്. എന്തോ പേരെന്താണ്? രജി ആരാണെന്നറിയില്ല. തലേം തിരിച്ചാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മനുഷ്യനെ ഉപദ്രവിക്കാതെ എനിക്ക് അസുഖം മാറാത്ത സമാധാനം അല്ലെ? ഇപ്പൊ നല്ല സമാധാനം ഉണ്ടാവുക ചേട്ടന്. അല്ലാതെ എന്താ പറയാ, നമുക്ക് അസുഖമല്ലേ, മനുഷ്യരല്ലേ, ഏത് സമയത്ത് എപ്പോ വരാം. കല്യാണം കഴിഞ്ഞോണ്ടൊന്നല്ല. ഇപ്പൊ എനിക്കിതിന് വലിയൊരു അസുഖം ഉണ്ടായി. 2.5 വയസ്സുള്ളപ്പോ ക്യാൻസറാന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായി. അതിപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടാണോ? അതിന് മുന്നേ ഉണ്ടായില്ല. ഇത് അത്രയും വലിയ അസുഖം എനിക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിന്നീട് അതിലൊക്കെ ഞാൻ പോരാടി തിരിച്ചെത്തില്ലേ. പിന്നെ ഇതൊക്കെ അസുഖങ്ങൾ വന്നോട്ടെ, കുഴപ്പമില്ല, നമ്മൾ ചാവുന്നില്ലല്ലോ അല്ലേ? ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്ന് പോയിക്കോട്ടെ. പറയട്ടെ, എനിക്കിപ്പോ വരുന്ന അസുഖം എന്ന് വെച്ചാൽ പനി, ചുമ. അതിപ്പോ എല്ലാവർക്കും വരുന്നതാണ്. പിന്നെ പനിയൊക്കെ നമുക്കെന്ന് വെച്ചാൽ എപ്പോ എങ്ങനെ വേണമെങ്കിൽ വരാം. ചിലപ്പോ ആരോഗ്യക്കുറവുകൊണ്ട് പെട്ടെന്ന് വല്ല പനിയൊക്കെ അവിടെ പോണതൊക്കെ ഞാൻ വിളിച്ചു വരുത്തുന്നതായിരിക്കാം. പിന്നെ ഏട്ടന് വന്നാൽ അപ്പൊ എനിക്ക് വരും. അത് പിന്നെ എനിക്ക് വന്ന ഏട്ടനും വരും. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് അത് നീണ്ടു. ചിലപ്പോ ഒന്ന് മാറി വരുമ്പോഴേക്കും പിന്നെയും വരും. അതാണ് പ്രശ്നം. ഏട്ടന് വന്നെന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കാറില്ല. കൂടുതൽ പോയി കെട്ടിപ്പിടിക്കും വരാൻ വേണ്ടിട്ട്. പിന്നെ PCOD ഉണ്ട്. അതിപ്പോ നമ്മൾ കല്യാണത്തിന് മുന്നേ ഇപ്പൊ വയറുവേദനയൊക്കെ സംഭവങ്ങളും പീരിയഡ്സ് കറക്റ്റ് ആവാത്തത് ഉണ്ടായി. പക്ഷെ ഞാനതൊന്നും നോക്കിയിരുന്നില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് മുൻ ജീവിതത്തിൽ ഇതൊക്കെ നോക്കേണ്ടതായോണ്ട് പോയി നോക്കി. അതാണ് അസുഖം എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊന്നും വന്നിട്ടില്ലല്ലോ. പിന്നെന്താന്ന് ഇത് തന്നെ ഉള്ളൂ, പനിയും ചുമയും. അതൊക്കെ വരുന്നതാണ്. പിന്നെ മൈഗ്രെയിൻ ഉണ്ട്. അത് ഇപ്പൊ PCOD മരുന്ന് കഴിക്കണേന്റെയാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. മൈഗ്രെയിൻ ഉള്ള ആൾക്ക് അത് കൂടുന്നു പറഞ്ഞു PCOD. അതൊക്കെയാണല്ലോ അസുഖങ്ങള്. അതൊക്കെ ഉള്ള അസുഖങ്ങള് വേറൊന്നുമില്ല. ഇനി വരാതിരിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് ശരിക്കും. ഇത് പറഞ്ഞ് അതില് സന്തോഷം കണ്ടെത്തുന്നവര് പലരും ഉണ്ടാവും. അസുഖമാണ്, അതാണ്. എന്നോട് തന്നെ ഇഷ്ടം പോലെ എന്റെ മുന്നേ ചോദിച്ചിട്ട് പണ്ട് അസുഖം ഉണ്ടായിരുന്നല്ലേ, പിന്നെ ഈ അസുഖം എന്തിനാ പറയുന്നത്, അത് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ച പോലെ എന്നൊക്കെ ചോദിച്ചവര് ഇഷ്ടം പോലെ ഉണ്ടിട്ടാ. എനിക്കൊന്നും ഈ ക്യാൻസർ വന്നൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല. ഞാനതൊന്നൊക്കെ രക്ഷപ്പെട്ട് വന്നില്ല. ഞാൻ മരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നെ അതൊന്നും ഇതാക്കണ്ട. പിന്നെ അതൊന്നും മറച്ചു വെച്ച് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യം പെണ്ണാണ് വന്നപ്പോ തന്നെ ഞങ്ങൾ എന്നോട് ഒറ്റയ്ക്ക് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായി വീട്ടുകാരായിട്ട്. പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനൊരു അസുഖം വന്നിട്ടുണ്ടായി അറിയില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായി. എന്താ വെച്ചാൽ അത് നാളെ കല്യാണം കഴിഞ്ഞാൽ അറിഞ്ഞതൊരു പ്രശ്നമാവരുത്. അത് അക്സെപ്റ്റ് ചെയ്ത് കെട്ടണ ആള് മതി എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആ അസുഖത്തിനോട് ഏറ്റവും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു അസുഖത്തിനോട് ഉണ്ടാട്ടാ. പനി വന്നാലും ഞാൻ ചുരുണ്ടുകൂടി കിടക്കും. മരുന്ന് കഴിക്കൂല. ഡോക്ടറെ കാണിക്കാൻ പോയി ആ മരുന്ന് അങ്ങനെ കൊണ്ടേക്ക് കഴിക്കൂല. ഭയങ്കര മടിയായിട്ട്. അല്ലാണ്ട് ബുദ്ധിമുട്ടെങ്കിലൊന്നുമില്ല. അല്ല, ഈ പറയുന്ന ആളും അങ്ങനെ തന്നെയാണ് കേട്ടോ. വല്ല കാര്യത്തിന് ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വീടില്ല. പുറമേതല കൊണ്ടടക്കൽ പറയുന്ന ആളെ വിളിച്ചതില്ല. എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ, കുഞ്ഞു കുട്ടിയല്ലല്ലോ. എന്താ ചെയ്യാ. അപ്പൊ എല്ലാരും കുറെ നല്ല കമന്റുകൾ, നല്ല ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊറേ ഇങ്ങനെ ഉണ്ട്. ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ താല്പര്യമില്ല. കുറച്ച് കാര്യങ്ങൾ നല്ലത് മാത്രം എടുത്ത് പറഞ്ഞോളൂ. കുറച്ചൊക്കെ നമ്മളായിട്ട് തന്നെ അവോയ്ഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എല്ലാം വായിക്കാനും പറയില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയട്ടെ, പിന്നെ നമ്മൾക്ക് കുറെ കമന്റ് ഇട്ടിട്ട് നമ്മൾ അതിന് റിപ്ലൈ തന്നില്ലെങ്കിൽ ഞങ്ങൾ മനഃപൂർവ്വം റിപ്ലൈ തരാണ്ടായിരിക്കും കേട്ടാ. അത് ചിന്തിച്ചിട്ട് പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും റിപ്ലൈ കുറെ ചോദിച്ചില്ലേ, നമ്മൾ കണ്ടിട്ട് ചിലപ്പോൾ റിപ്ലൈ തരാത്ത നമുക്കെല്ലാം പറയാൻ പറ്റില്ല.
നമുക്ക് കുറച്ച് മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ കുറച്ച് മറച്ചു വെക്കേണ്ടി വരും. അതെ, ജീവിതത്തിൽ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ മറച്ചു വെച്ചാൽ മുന്നിലോട്ട് പോവുള്ളൂ. മറച്ചു വെക്കുന്നില്ല, നമുക്ക് ചിലപ്പോ അത് പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ പറയും. അതെ, ആവശ്യമില്ലാത്ത സമയത്ത് അത് പറയുന്നില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മള് ഇതുവരെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചപ്പോ ടെൻഷൻ അടിക്കാൻ സമയമില്ല. അതാണ് സമയങ്ങൾ അതല്ല ഞാനിപ്പോ പറയാൻ വന്ന കേസാണ്. ഇപ്പൊ ഈ ഒരു 2026 തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മ നല്ല രീതിയിൽ പറഞ്ഞ പോലെ ബിസിനസ്സും യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ കുറെ പ്രശ്നങ്ങൾ എടുക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു പ്രശ്നം ആരും ഇരിക്കുന്നില്ല. ഇല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർക്ക് ഞാനേ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാരും ഇപ്പൊ ഞാനിപ്പോ കുഞ്ഞിന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അവിടെയാണോ ഇവിടെയാണോ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ആരുമില്ല, ഞാൻ കുഞ്ഞിനെ എന്ത് ചെയ്യും? ഇവിടെ വീട്ടിൽ ഒറ്റക്ക് ഇട്ടിട്ട് പോവോ? വർക്കിന് പോകുമ്പോ ഒറ്റക്കിട്ട് പോയിട്ട് എല്ലാതും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയില്ലേ? കാരണം ഞാൻ ഒരു 10 മണി വരെ വെഡിങ് ഉണ്ടാവും മാക്സിമം ഒരു ഹാളില്. എറണാകുളം തൃശ്ശൂര് എവിടെ വന്നാലും 1.5 മണിക്കൂർ വേണമെങ്കിൽ വീട്ടിൽ എല്ലാം കൂടി 2 മണിക്കൂർ പിടിക്കും എടുത്തൊഴിച്ച് വരുമ്പോ. 12 മണി കഴിയും. ആ ഒരു കൊച്ചിന് എന്തായാലും ഞാൻ എടുത്തില്ല, ഒന്നാമത്തെ കേസ്. അതുകൊണ്ട് ഞാൻ മാക്സിമം കുഞ്ഞ് ഈ പറഞ്ഞ വലിയൊരു വർക്ക് വരും എന്തായാലും ഒന്നും നോക്കൂല. ഞാൻ കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ തലേദിവസം അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഞാൻ പോവാറ്. എന്താ വെച്ചാ ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞ വരെ ഇന്ന് വരെ അതിന്റെ സാഹചര്യം മാറേണ്ടി വന്നിട്ടില്ല, മാറി നിൽക്കേണ്ട ഒരു ദിവസം വന്നിട്ടില്ല. ഇപ്പൊ ഞാന് ഇവിടെ ആരുമില്ല, പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഏട്ടനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞങ്ങള് മാക്സിമം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കണവരാണ്. അപ്പൊ ഏട്ടൻ വർക്കിന് പോയാല് വർക്ക് കഴിഞ്ഞ് ഞങ്ങള് വരും. പിന്നെ പരമാവധി നിൽക്കാൻ പറ്റുന്ന ടൈമുള്ള വർക്കൊക്കെയാണ് ഞാൻ അവിടെ നിൽക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഏട്ടനാണ് ടെൻഷൻ. ഒറ്റയ്ക്കാക്കി പോകുമ്പോ ഏട്ടന് അവിടെ വർക്ക് എടുക്കാൻ സമാധാനം ഉണ്ടാവില്ല. ഒറ്റയ്ക്കല്ലേ എന്നുള്ള ടെൻഷൻ വരും. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എപ്പോഴും അവിടെ വന്ന് നിൽക്കണോ ഞാൻ കണ്ടിരുന്നു, ഒരു കമന്റ് കണ്ടിരുന്നു. ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഏട്ടന്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, അതേപോലെ ഇപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ വന്ന് നിന്നു വെച്ചാൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഭാര്യ വീട് അങ്ങനെയുള്ള ചിന്ത ഒരാവശ്യമില്ല. അവിടെ എല്ലാരും നല്ല രീതിയിൽ എല്ലാം സ്നേഹിക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. പിന്നെ എന്തിനാണ് 2 വീടും ഡിഫറൻസ് കാണിക്കണത്? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഏട്ടൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മള് എന്നും പോയി നിൽക്കണതല്ലല്ലോ, നമുക്ക് ആവശ്യങ്ങൾക്ക് പോണതാണ്. പിന്നെ നമ്മൾ ചിലപ്പോ 1-2 ദിവസം കൂടുതൽ നിൽക്കണ്ടാവും. വേറെ കുടിക്കലും കുടിക്ക് വരാണ്ട. പിള്ളേര് വിടാത്തോണ്ടാ, പിള്ളേര് അവിടെ ഒന്നാമത് എന്റെ കയ്യിൽ 2 തൂങ്ങിയെടുക്കണ്ടാവും. സത്യം പറഞ്ഞ ഞങ്ങൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഏട്ടന്റെ അപ്പുറം ഇപ്പുറം എനിക്കിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പുറം ഇപ്പുറം കുടിക്കലും കുടിക്കും. പിന്നെ ഇടയ്ക്ക് വരിക കാർത്തും നടുക്ക് വന്നിരിക്കും. അതായത് അവർക്ക് പിള്ള മനസ്സിൽ കള്ളല്ല എന്നാണ് പറയാം. അവർക്ക് ചേട്ടന് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അവര് അതിൽ സ്നേഹിക്കാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോ തന്നെ ചേട്ടാ ഇന്നൊരു ദിവസം നാളെ പോവാ. അപ്പൊ നമുക്ക് പിള്ളേർ പറയുമ്പോ വിഷമമാകുമ്പോ നമ്മൾ അവിടെ നിൽക്കും. എന്നിട്ട് അവര് ചിലപ്പോ അവര് സ്കൂളിൽ പോയപ്പോ ഞങ്ങൾ വർക്കിനാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വരാറുണ്ട് പലപ്പോഴും. അവർക്ക് അത്രയും ടെൻഷനാ. ഞങ്ങൾ പലപ്പോഴും ഇവിടെ വന്ന് എഡിറ്റ് ഒക്കെ ചെയ്ത് വീണ്ടും അങ്ങോട്ട് പോവല് വരല്. വേറെ ഒന്നുമില്ല കേട്ടോ, കുണുക്കനും കുണിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ. പൊന്നേച്ചും ചേട്ടനും ഇപ്പൊ വേറെ വീട്ടില്, ഞങ്ങള് വേറെ വീട്ടില്. അപ്പൊ അവർക്ക് ഒറ്റയ്ക്കല്ലേ പിള്ളേരെ ഉണ്ടാവും. അവർക്ക് സ്കൂളിൽ പോയി വരിക, പിന്നെ എന്നും ഒരേ ലൈഫ് ആകുമ്പോ അവർക്ക് ഞങ്ങളൊക്കെ കാണുമ്പോ ഒരു സന്തോഷം. ഇപ്പൊ ഞങ്ങൾക്ക് വരുമ്പോ പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഞാനേട്ടനൊക്കെ കൂടിയാകുമ്പോ പണ്ടത് ഞങ്ങള് ചെറിയ പിള്ളേരായി കളിക്കാനും അവരുടെ കൂടെ എപ്പോഴും കളിച്ച് നടക്കുക ചെയ്യാം. വേറെ പണിയെടുക്കാനും നല്ല നിൽക്കാറ്, കൂടുതൽ അവരുടെ കൂടെ കളിച്ച് നടക്കുക ചെയ്യാം. അപ്പൊ അവർക്ക് അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരെന്ന് ചിന്തിക്കുക, നിങ്ങൾക്കും അവിടെ പറഞ്ഞ പോലെ മക്കളും മരുമക്കളും അവരച്ഛനും അമ്മമാര് അമ്മായിയമ്മയും അമ്മായച്ഛനൊക്കെ ഇല്ലേ? എല്ലാരും അവിടെ ഇല്ലേ? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അവിടെ എല്ലാരും ഉണ്ടല്ല, മര്യാദക്ക് പോകുന്നുണ്ടല്ല. അതുപോലെ തന്നെ ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പൊ അതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ പോയാ പ്രശ്നം ഇവിടെ പോയാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കല് പരിപാടിയെങ്കില് അതൊക്കെ നിർത്താം. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ ഞങ്ങളൊക്കെ അല്ല, നമ്മളെ ആവശ്യങ്ങൾക്ക് നമുക്ക് പോയേ പറ്റും. നമ്മൾ കുണുക്കന്റെ ബർത്ത്ഡേ, അപ്പൊ ഞങ്ങളൊരു വർക്കിനായി പോയതാണ്. അപ്പൊ കുണുക്കന്റെ ആനുവൽ ഡേ ഉണ്ടായി. അപ്പൊ അതിന് നിന്നു, പിന്നെ ബർത്ത്ഡേക്ക് നിന്നു. ഒരു 2-3 ദിവസം കൂടുതൽ നിന്നു. അതൊന്നും ഇപ്പൊ വിഷയമില്ലല്ലോ, നമ്മുടെ വീടല്ലേ. നമുക്കിപ്പോ എനിക്കൊരു വയ്യാണ്ടായാലും ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കണ്ടേ? ഞാൻ അവിടെ പോകുന്നു, ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. അപ്പൊ നമ്മുടെ വീടല്ലേ, നമ്മുടെ അച്ഛനും പഴയ പോലെ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ സമയത്തിന് ഒരു ഇതില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇവിടെ വരേണ്ടി വരും, പെട്ടെന്ന് കുഞ്ഞുണ്ടാൻ കൂടി പോരും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനൊരു
കുഞ്ഞൻ പെട്ടെന്ന് എനിക്ക് സജിത്തിന്റെ ഒരു ഇത് പർപ്പിളുണ്ട് ചേട്ടാ, എനിക്ക് എന്താണ് ഷൂട്ട് ചെയ്ത് പറ്റുന്നോണ്ട് ഞാൻ അപ്പൊ വേറെ വർക്കായിരിക്കും. അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ സ്റ്റാഫിന് പ്രഷറും കൊടുത്ത് ഇത് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോകും. ഇവിടെ ഷൂട്ട് ചെയ്ത് പിടിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കർഷകർ അല്ല ഇഷ്ടം പോലെ വർക്ക് ഉണ്ടാവും കേട്ടോ. നമ്മളത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമ്പോ വീട്ടിലേക്കാ പോവാ. ചില സമയത്ത് അവിടെ പോയിട്ടാവും ചിലപ്പോ നന്നായിട്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിരിക്കും. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല എന്നല്ല, നമുക്ക് പണികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ വേണ്ട എന്ന് വിചാരിച്ച് നടക്കും. അവിടെ പോയാൽ ഞാൻ ഇപ്പൊ ഒരു പാത്രം കഴുകാൻ പോലും അമ്മ സമ്മതിക്കില്ല. അമ്മ പറയും അവിടെ പോയിരുന്നോ, നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, അങ്ങനെയുള്ള ഇത് പറയും. അപ്പൊ എല്ലാം വിചാരിക്കും ഞങ്ങൾ എന്താണ് ഇങ്ങനെ ചാടിയും മടഞ്ഞു കൂടി ചേടി ഇങ്ങനെയൊക്കെ. വേറൊന്നല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും നമുക്ക് കാശ് കൊടുക്കില്ല. അതെ, ഞാൻ സത്യം പറഞ്ഞാലും ഈ നല്ലോണം അനുഭവിച്ച ഒരാളാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ നമുക്ക് നല്ലോണം കാശിന് ആവശ്യമുള്ള സമയം, അത്യാവശ്യം നല്ല ആവശ്യമുള്ള സമയമാണ് ഇത്. സ്റ്റുഡിയോ ഇട്ടിട്ട് നല്ല ഇത്, പിന്നെ മുന്നോട്ട് കാരണം ഇപ്പൊ ഒരു വർഷം ആയിട്ടുള്ളൂ. അപ്പൊ സെറ്റിൽഡ് ആവണ്ടേ, ഒന്ന് ജസ്റ്റ് സെറ്റിൽഡ് ആവാൻ ഒരു ഓട്ടം എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ആരും ഇല്ല. നമ്മള് കല്യാണം നടത്തിയ ലോൺ ഉണ്ട്, നമുക്ക് കല്യാണം നടത്തിയ വലിയൊരു എമൗണ്ട് നമ്മൾ എല്ലാ മാസം ലോൺ അടയ്ക്കുന്നുണ്ട്. ആ ലോണ് പിന്നെ നമ്മൾ അങ്ങനെ ഷോപ്പിന് പിന്നെ നമ്മൾ ലോൺ ഇട്ടിട്ടില്ല. നമ്മൾ അതിന് വേണ്ടി കാശ് ഉണ്ടാക്കാൻ കുറെ കഷ്ടം. കാരണം ഇവിടെ മന്ത്ലി എടുത്തു പറയാം, മന്ത്ലി ഇവിടെ 16 രൂപക്ക് റെന്റ്, 10 രൂപ സ്റ്റാഫിന്, 16 10 എത്രയായി, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ലോൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ കല്യാണ ലോൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു EMI കിടക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞു അമൗണ്ട് കൂടി വരുമ്പോഴേക്കും ലക്ഷങ്ങളാണ് ആവുന്നത്. പിന്നെ ഞങ്ങള് കല്യാണം ഞങ്ങൾ തന്നെയായിട്ട് നടത്തിയതാണ്. ഞങ്ങളെ ഫുള്ള് ആ ലോണ് ഞങ്ങൾ തന്നെയാണ് അടച്ചു തീർക്കണേ. അപ്പൊ ഞാൻ കുഞ്ഞിനോട് പറയും, നമ്മുടെ ഈ EMI ലോണൊക്കെ പറയാൻ എത്ര നാൾ പിടിക്കും ഏകദേശം? കാരണം കുറെ നല്ല ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വേറെ ഒരു വർക്കും കളയാറില്ല. ഞങ്ങൾ എടുക്കാറുണ്ട്. എന്താ വെച്ചാ കാശല്ല നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. നമുക്ക് ആരോഗ്യം വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അന്ന് അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് കൃത്യം പ്രായമാണ്, നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന പ്രായമാണ്, നിങ്ങളായിട്ട് സമ്പാദിക്കുക കൃത്യ ടൈമിൽ അല്ലെ, സമ്പാദിക്കുന്ന പ്രായത്തിൽ സമ്പാദിക്കുക. ചിലപ്പോ ഒരു ടൈം കഴിയുമ്പോൾ ചിലപ്പോ അതൊക്കെ വർക്കുകളൊക്കെ വിട്ടുകളഞ്ഞ് പിന്നെ നാളെ നമുക്ക് ഇപ്പൊ ഈ വർക്കുകളൊന്നും വന്നുകൂടാന്നില്ല. ഇപ്പൊ പ്രൊമോഷൻ ആയാലും എന്റെ പ്രൊമോഷൻ ആയാലും ഞാൻ എല്ലാം ഓടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ നമുക്ക് വർക്ക് തരാണ്ടാവും. ആ കുട്ടി ചെയ്തില്ല, അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് തന്നെ അവർ വർക്ക് തരാണ്ടാവും. അപ്പൊ നമ്മൾ പറ്റണ വർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കും. നമുക്ക് റെസ്റ്റ് അല്ലേ, എപ്പോഴെങ്കിലൊക്കെ എടുക്കാം, സമയം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും, ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു നമ്മ വലിയ റിച്ച് ഫാമിലി ഒന്നല്ല. 1 മിനിറ്റ് ആംബുലൻസ് കൊണ്ട് പറഞ്ഞു നല്ല ഹിറ്റായി തോന്നുന്നു വീഡിയോ. കുഴപ്പമില്ലേ, 2 പാട്ടാക്കൊണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കട്ടയോ എനിക്ക് മനസ്സിലാവും, 2 പാട്ടാക്കേണ്ടി വരും. അറിയില്ല. എന്താ വെച്ചാല് ഫോണിലാകുമ്പോ നമുക്ക് ടൈം ആണോ, ഇത് ക്യാമറയിൽ അത്രയും ലോങ് ആയിട്ട് നമുക്ക് ടൈം കാണാല്ലാണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന കൊറേ നാളായി സംസാരിച്ചു. അപ്പൊ മെയിനായിട്ട് ഇപ്പൊ ഞങ്ങൾ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല ഇങ്ങനെ കാണിക്കണം. ഞങ്ങൾക്ക് ഇപ്പൊ സാധാരണ പോലെ EMIയും കാര്യങ്ങളും എല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് തന്നെ പറഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെയാണ് കാര്യങ്ങള്. പക്ഷെ ദൈവാലയത്തില് ഒരു തടസ്സങ്ങളൊന്നുമില്ല, ദൈവം ഞങ്ങൾക്കല്ല അന്നത്തിന് മുട്ടിക്കണില്ല. പ്രധാനമായിട്ടും ഭക്ഷണമാണ് എല്ലാവരും മെയിൻ. ഭക്ഷണം കഴിക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഭക്ഷണത്തിന് മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യത്തിനും എങ്ങനെയെങ്കിലും കാശ് നമുക്ക് എത്താറുണ്ട്. എന്താ വെച്ചാൽ നമ്മള് പണിയെടുത്ത കാശ് നമുക്ക് കറക്റ്റ് കിട്ടാറുണ്ട്. ഞങ്ങൾ ദൂർത്തടിക്കാറുമില്ല. ഞങ്ങൊരു എന്തൊരു ബ്രാൻഡ് കയ്യിൽ ഞങ്ങൾ പരമാവധി ഒഴിവാക്കാതിട്ട് ജസ്റ്റ് ആലോചിച്ചാൽ അറിയാം, വെനസ്ഡേ വന്നു, വെഡിങ് ആനിവേഴ്സറി വന്നു, ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് ഇങ്ങോട്ട് തീരുമാനിച്ചാണ് ഗിഫ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കണ്ട. വേറെ ഒന്നല്ല, ഇപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കാശ് നമ്മളെ ഉള്ളത് എടുത്ത് ചെലവാക്കും. പിന്നെ ചിലപ്പോ നമുക്ക് മാസം അവസാനം ആകുമ്പോ നമ്മള് തന്നെ കിടന്ന് ഓടേണ്ടി വരും. അതിനുണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മള് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ജീവിക്കാറ്. സത്യം പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു മാസം, അതായത് നമുക്ക് വയ്യ, കാരണം ഒന്നുമില്ല അല്ലെ. ഒരു 0ലേക്ക് പോയൊരു വർഷം ഉണ്ട് 2025. ഒരു മാസം നമുക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് സത്യം പറയാലോ. ഞാൻ എന്റെ ഗോൾഡ് എടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യം പറയാണ്, ഗോൾഡ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ കരയാത്ത ആളെ കരഞ്ഞ് ഞാൻ ഉണ്ടല്ല ഇല്ലാണ്ടായി. എന്നിട്ട് നമ്മളെ ഒരു ചേച്ചി
ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഒരു ഹെൽപ്പ് ചെയ്തത്. ആ ഹെൽപ്പ് അന്ന് തുടങ്ങി അതും വെച്ചാണ് ഞാൻ കളിച്ചത് സത്യം. അത് വെച്ച് ഇവിടെ വരെ ആ ഒരു എമൗണ്ട് വെച്ച് കളിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഈ സംഭവം ഒക്കെ നമ്മ കാണിച്ചു കൂട്ടിയതും ഒക്കെ ഉണ്ടാക്കിയത്. അത് അതിന് തുടങ്ങി, പിന്നെ അതിന് അല്ലേ ഇങ്ങനെ അത് വലിയൊരു സംഭവം. നമ്മള് പ്രതീക്ഷിച്ചവരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ പറഞ്ഞു വന്ന ചിലപ്പോ ചേച്ചി നമ്മളെ ബന്ധം പറയാനോ അങ്ങനെ അല്ലെങ്കിലും ഭയങ്കര ഞങ്ങളെ ഏറ്റവും ഞങ്ങളെ ഇതിലുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. നമുക്ക് അന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ തന്നെയായിരുന്നു. അതെ, അതുകൊണ്ട് ഇങ്ങനെ തട്ടുമുട്ടില്ലാണ്ടൊക്കെ പോണു. അപ്പൊ വീഡിയോ ലെങ്ത് ഉണ്ടാവും. കുറെ നാളായി എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞില്ല എന്നൊന്നും അറിയില്ല. ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു പോയി. അതാണ് ചില നേരത്തെ സന്തോഷം വരും, ലാസ്റ്റ് ആകുമ്പോൾ വിഷമം വരും. അതൊക്കെയാണ് ജീവിതം. എന്തായാലും ഞങ്ങൾ കുറേ ഇനിയും ഞങ്ങക്ക് സമ്പാദിക്കാൻ പറ്റട്ടെ. അത് നിങ്ങളെ പ്രാർത്ഥന വേണം. ഇനിയും ഞങ്ങൾക്ക് ആരോഗ്യവും നല്ല സമ്പാദിക്കാനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം വേണം. ഇന്നത്തെ വീഡിയോ നിർത്താം നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ എത്ര പെട്ടെന്ന് വരാം. ബൈ. ബൈ.